യു ഡി എഫ് എന്തുകൊണ്ട് ജയിച്ചു, എന്തുകൊണ്ട് 102-ലെത്തി? പലരും പറയുന്നു ഭരണവിരുദ്ധ വികാരമുണ്ടായി, പിണറായി വിജയനെതിരെയുള്ള ഒരു സൈക്ലോൺ ഉണ്ടായി, പിണറായി വിജയൻ്റെ പിടിപ്പുകേട് അല്ലെങ്കിൽ അഹങ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം മാത്രമാണ് ഇതിൻ്റെ കാരണമെങ്കിൽ എൻ ഡി എക്ക് എന്തുകൊണ്ട് കൂടുതൽ വോട്ടുകൾ കിട്ടിയില്ല, ഒരു 30 സീറ്റ് എന്തുകൊണ്ട് എൻ ഡി എക്ക് കിട്ടിയില്ല? അവരും ഇങ്ങനെ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ വേണ്ടി പ്രചരണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നല്ലോ, മാറ്റം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, വികസിത കേരളം വേണമെന്നുള്ള പ്രചരണമൊക്കെ വളരെ ശക്തിയായിട്ട് നടത്തുന്നുണ്ടായിരുന്നു എൻ ഡി എയും. പക്ഷേ എൻ ഡി എക്ക് അവരുദ്ദേശിച്ച, അവർ കണക്ക് കൂട്ടിയ അത്രയും സീറ്റുകൾ നേടാൻ പറ്റിയില്ല. അതേസമയം യു ഡി എഫിന് 100-ലധികം സീറ്റ്, 102 സീറ്റ് കിട്ടി. അപ്പോൾ യു ഡി എഫ് ഈ ഭരണവിരുദ്ധ വികാരം മാത്രം കൊണ്ടാണോ ഈ യു ഡി എഫിന് 102 സീറ്റ് കിട്ടിയത്? തീർച്ചയായിട്ടും അല്ല. കാരണം 102 സീറ്റ് അല്ലെ 100-ൽ മുകളിൽ സീറ്റ് കിട്ടുമെന്നുള്ളത് ഇലക്ഷൻ്റെ സമയത്ത് ഒരു വീമ്പ് പറഞ്ഞതല്ല ശ്രീ വി ഡി സതീശൻ. അതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ, വളരെ കാലം മുമ്പേ വി ഡി സതീശൻ 100-ന് മുകളിൽ ഞങ്ങൾ ഭൂരിപക്ഷം നേടും, അങ്ങനെ 100-ന് മുകളിൽ പോയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നുള്ള അത്രയും വലിയ ആത്മവിശ്വാസം ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് വെറുതെ ഒരു തയ്യാറെടുപ്പില്ലാതെ പറഞ്ഞതല്ല. അപ്പോൾ 100-ന് മുകളിൽ സീറ്റ് നേടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി, ആ തയ്യാറെടുപ്പിലുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് ശ്രീ വി ഡി സതീശൻ 100-ന് മുകളിൽ സീറ്റ് യു ഡി എഫ് ഇപ്രാവശ്യം കിട്ടുമെന്ന് വളരെ മുമ്പേ തന്നെ പറഞ്ഞതും, അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നും പറഞ്ഞത് ആ തയ്യാറെടുപ്പിൻ്റെ ഒരു കരുത്തിൽ നിന്നാണ്. അപ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നടത്തിയത്? 5-6 കാര്യങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് 2016 യു ഡി എഫ് തോറ്റു, 2021 വീണ്ടും തോറ്റു. ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ 2 പ്രാവശ്യം അടുപ്പിച്ച് തോക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ കനത്ത ഒരു പ്രഹരമാണ്. ആ കനത്ത പ്രഹരം കിട്ടിയപ്പോൾ 2021 വീണ്ടും തോറ്റ് എൽ ഡി എഫ് 99 സീറ്റും ആയിട്ട് വൻ ഭൂരിപക്ഷത്തോടെ, കൂടുതൽ ഭൂരിപക്ഷത്തോടെ വന്നപ്പോഴത്തേനും തീർച്ചയായിട്ടും അത് ഒരു യു ഡി എഫ് എന്തുകൊണ്ട് എന്ന് പഠിക്കേണ്ട സമയമാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ യു ഡി എഫ് ഒരു വലിയൊരു പഠനം നടത്തി. സ്ട്രാറ്റജിയിൽ സാധാരണ ഇൻറ്റേർണൽ അനാലിസിസ്, എക്സ്റ്റേണൽ അനാലിസിസ് എന്നൊക്കെ പറയും. വളരെ ഗഹനമായ പഠനം നടത്തി എന്തുകൊണ്ട് നമ്മളിങ്ങനെ വീണ്ടും തോറ്റു എന്നുള്ളത്. അപ്പോൾ ആ പഠനത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനങ്ങളെടുത്തു. അത് സാധാരണ എല്ലാ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ഒരു പഠനം നടത്തും, അതിനെപ്പറ്റി ചർച്ചകൾ നടത്തും, എന്നിട്ട് പിന്നെ അതെല്ലാം മറക്കും എന്നുള്ള അല്ല ഇപ്രാവശ്യം ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ. വി ഡി സതീശൻ്റെ നേതൃത്വം എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹമായിരുന്നു പ്രതിപക്ഷ നേതാവ് 2021 ശേഷം. അപ്പോൾ പ്രതിപക്ഷം എന്ന് വെച്ചാൽ യു ഡി എഫ് ആണ്. അതുകൊണ്ടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അല്ലെ യു ഡി എഫിൻ്റെ നേതാവ് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ഗഹനമായ പഠനം നടക്കുകയും ആ പഠനത്തിന് നിന്ന് മനസ്സിലായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഈ യു ഡി എഫ് ഈ 102 സീറ്റിലെത്തിയത്. അല്ലാതെ ഭരണവിരുദ്ധ വികാരം മാത്രമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ ഡി എക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ്, എൻ ഡി എയും ഇതുപോലെ തന്നെ പ്രചരണങ്ങളൊക്കെ നടത്തി, ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തി, കേരളം ഒട്ടാകെ മാറ്റം വരും, മാറ്റം വേണം എന്നൊക്കെ പറഞ്ഞ് പ്രചരണങ്ങൾ നടത്തി. പക്ഷേ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞില്ല, അതേസമയം യു ഡി എഫിന് കഴിഞ്ഞു. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നടപ്പാക്കിയത് ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണ വീഴ്ചകൾ ഏതൊക്കെ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ എന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലകളിൽ എന്താണ് ചെയ്യേണ്ടത്, എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ വീഴ്ചയില്ലാതെ കാര്യക്ഷമമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വളരെ മുമ്പേ തന്നെ യു ഡി എഫ് ചെയ്തു. ഉദാഹരണത്തിന് അവർ എഡ്യൂക്കേഷൻ, അവിടെ കുറേ വീഴ്ചകളുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി, അതുപോലെ ഹെൽത്ത് കോൺക്ലേവ് നടത്തി, ഇൻഫ്രാസ്ട്രക്ചർ കോൺക്ലേവ് നടത്തി, ഫിനാൻസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മൾ കടക്കണിയിൽ മുങ്ങിയെന്നും അതുപോലെ റോഡിലൊക്കെ കുഴികളാണെന്നും
അത് അതുപോലെ ആരോഗ്യമേഖല ഏറ്റവും നാശത്തിലാണ് എന്നൊക്കെയുള്ള നിരന്തരമായ വാർത്തകളും അപവാദങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഭരണത്തിൻ്റെ വീഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ആ ഭരണ വീഴ്ചകൾ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായ വകുപ്പുകളിൽ ഏതൊക്കെ അല്ലെ മേഖലകൾ ഏതൊക്കെ, അപ്പോൾ അതിനെന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതിന് ഉള്ള പഠനങ്ങൾ വിവരമുള്ളവരെ വിളിച്ചിരുത്തി ഐഡിയ ജനറേറ്റ് ചെയ്ത് കോൺക്ലേവ് പോലെ അല്ലാതെ ഡിബേറ്റുകളുമൊക്കെ നടത്തി അതിനൊരു എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വ്യക്തമായൊരു രൂപരേഖ തയ്യാറെടുപ്പ് UDF നടത്തി. അപ്പോൾ വെറുതെ എന്തെങ്കിലും ഒരു വേഗമായിട്ട് വികസനം കൊണ്ടുവരുമെന്നോ അല്ലെങ്കിൽ നമ്മൾ മാറ്റം വേണമെന്നോ മാറ്റം കൊണ്ടുവരുമെന്നോ അല്ല പറഞ്ഞത്. എന്താണ് സ്പെസിഫിക്കായിട്ട് ചെയ്യുന്നത് എന്നുള്ളതിന് അത് വിവരമുള്ളവരെ വെച്ച് കോൺക്ലേവുകൾ നടത്തി ഡിബേറ്റുകൾ നടത്തി രൂപരേഖ വ്യക്തതയുണ്ടായിരുന്നു UDFന്. അപ്പോൾ അതിനുശേഷം ഓരോ സോഷ്യൽ ഗ്രൂപ്പുകളോടും അല്ലെ ബന്ധപ്പെട്ടവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിന് വളരെ വളരെ കൃത്യതയുണ്ടായിരുന്നു UDFന്. അത് കാരണം ഈ ഭരണ വീഴ്ചകളുണ്ടായ കാര്യങ്ങൾ മേഖലകളെ പറ്റിയൊക്കെ വിവരമുള്ളവരെ ആയിട്ട് ഉൾപ്പെടുത്തി പഠനം നടത്തി രൂപരേഖകളും വ്യക്തതയും കൃത്യതയും ഒക്കെ UDFനുണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം യുവാക്കളെ പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്തു. കാരണം പുതിയ പുതിയ വോട്ടർമാർ വരുന്നുണ്ട്, യുവാക്കളൊക്കെ ഇവിടുന്ന് നാട് വിടുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പഠിക്കാൻ വേണ്ടി പോകുന്നു, അതിനുശേഷം ജോലിക്ക് വേണ്ടി പോകുന്നു, എന്തെങ്കിലും രക്ഷയുണ്ടെങ്കിൽ ഇവിടെ ജോലിയും കിട്ടത്തില്ല, ആകെ പ്രശ്നമാണ്. അപ്പോൾ മറ്റു നാടുകളിലേക്ക് പോകുന്നു എന്നുള്ളൊരു ആക്ഷേപം വളരെ ശക്തമാണ്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനു വേണ്ടിയുള്ള നടപടികൾ ബ്രെയിൻ ഡ്രെയിൻ എങ്ങനെ തടയും? അപ്പോൾ അത് UDF ആലോചിച്ചൊരു കാര്യമാണ്. അതിനുവേണ്ടി ബ്രെയിൻ ഡ്രെയിൻ തടയാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിൽ എന്തൊക്കെ കോഴ്സുകളാണ് പുതുതായിട്ടുള്ളത്, എന്തൊക്കെ ജോലി സാധ്യതകളാണ് ഉള്ളത്, അപ്പോൾ ആ കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സെല്ല് ഇവിടെ തുടങ്ങുക. അപ്പോൾ അവിടുത്തെ കോഴ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കി കൺകറൻ്റായിട്ട് സിലബസുകൾ അപ്പോൾ മാറ്റുക, പുതിയ കോഴ്സുകൾ തുടങ്ങുക എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ UDF നേരത്തെ തന്നെ എടുത്തിരുന്നു. അപ്പോൾ യുവാക്കളെ ഇവിടെ പിടിച്ചു നിർത്താനും യുവാക്കൾക്ക് ആകർഷകമായിട്ടുള്ള പഠന വിദ്യാഭ്യാസ മേഖലയും കോഴ്സുകളും സൗകര്യങ്ങളും അതിനുശേഷം അങ്ങനത്തെ തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ തൊഴിൽ ചെയ്യാമല്ലോ എന്നൊക്കെയുള്ള തിരിച്ചറിവും അതിനുള്ള ഒരു ചിന്തകളുമൊക്കെ UDF വളരെ നേരത്തെ തുടങ്ങി വളരെ ക്രിയാത്മകമായിട്ട് അതിനുവേണ്ടി പണിയെടുത്തു. ഏറ്റവും അവസാനം ഈ മോഡിഫിക്കേഷൻ വാഹനങ്ങൾക്ക് വരെ ചെയ്യാം യുവാക്കൾക്ക്. അത് യുവാക്കൾക്ക് ആകർഷകമായ കാര്യമാണ്. മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാമെന്നൊക്കെയുള്ള. അപ്പോൾ യുവാക്കളെ കൺസിഡർ ചെയ്തു, അവരെ ഫോക്കസ് ചെയ്തു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി UDF അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം 2016 2021 തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ നിന്നും കുറേയധികം സോഷ്യൽ ഗ്രൂപ്പുകൾ ഈ UDFൽ നിന്ന് അകന്നുപോയി എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഏതൊക്കെ സോഷ്യൽ ഗ്രൂപ്പുകളാണ് അകന്നുപോയത്, ആ സോഷ്യൽ ഗ്രൂപ്പുകളൊക്കെ തിരിച്ച് വീണ്ടും UDFലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ UDF നടത്തി. അപ്പോൾ കുറേയധികം സോഷ്യൽ ഗ്രൂപ്പുകളെ UDFലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആകർഷിക്കാൻ UDFന് സാധിച്ചു. അപ്പോൾ ആ സോഷ്യൽ ഗ്രൂപ്പുകളുടെയൊക്കെ ഒരു പിൻബലം UDFന് ഉണ്ടായി. അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് സംഘടനാ ബലമാണ്. സംഘടന പരിപോഷിച്ചു. അപ്പോൾ 2 പ്രാവശ്യം തുടരെ തോക്കുന്നതിൻ്റെ ഒരു കാരണം തീർച്ചയായിട്ടും ബൂത്ത് തലത്തിലും പഞ്ചായത്ത് തലത്തിലുമൊക്കെയുള്ള സംഘടന ശക്തമല്ല, സംഘടന ശോഷിച്ചു. അപ്പോൾ ബൂത്ത് കമ്മിറ്റികളും പഞ്ചായത്ത് ലെവലിലുള്ള സംഘടനയുമൊക്കെ വളരെ ശക്തി ആർജിച്ചതാക്കി. അപ്പോൾ അതിൻ്റെ ഒരു ബലമാണ് കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF എക്കാലത്തെ നേട്ടം കൈവരിച്ചതിൻ്റെ കാരണം സംഘടനയെ ഗ്രാസ് റൂട്ട്സ് ലെവലിൽ, ബൂത്ത് ലെവലിൽ, അതുപോലെ പഞ്ചായത്ത് ലെവലിൽ വളരെ അധികം ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അതിൻ്റെ ബലമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ആ ഒരു കാര്യം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. അടുത്ത അഞ്ചാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് UDFന് എല്ലാ കാര്യങ്ങളിലും ഒരു നിലപാടുണ്ടായിരുന്നു, വളരെ ഉറച്ച നിലപാടുണ്ടായിരുന്നു. അപ്പോൾ അത് NDAക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഉറച്ച നിലപാട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതേസമയം അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം, ഭരണത്തിൻ്റെ ഒരു നിലപാടുകൾ
എൻ ഡി എയുടെ നിലപാടെന്ത്, LDFിൻ്റെ നിലപാടെന്ത്, UDFിൻ്റെ നിലപാടെന്ത്. UDFിന് വളരെ ശക്തമായ വ്യക്തമായ നിലപാടുകൾ നിലപാടുകൾ വേണ്ട വിഷയങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൽ UDF ഏറ്റവും അധികം ഉയർത്തിപ്പിടിച്ച ഒരു നിലപാട് എന്ന് പറയുന്നത് സെക്കുലറിസമാണ്. ഇപ്പോൾ സെക്കുലറിസം വിട്ട് ഉള്ള ഒരു പരിപാടിയുമില്ല എന്ന ഒരു നിലപാട് വളരെ ശക്തിയായിട്ട് VD സതീശൻ ഉയർത്തിപ്പിടിച്ച ഒരു നിലപാടാണ്. അതുപോലെ കോസ്റ്റൽ ഷിപ്പിംഗ് നമ്മൾ നടപ്പാക്കും. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും അങ്ങനെ ഒരു നിലപാട് UDFിന് VD സതീശൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായി എന്നുള്ളൊരു വലിയ കാര്യമാണ്. അപ്പോൾ എന്താണ് ഇവരുടെ നിലപാട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്നതും എല്ലാവർക്കും വളരെ ക്ലിയറായിട്ടും അത് കൺസിസ്റ്റൻ്റായിട്ട് ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല, ഒരു വെള്ളം ചേർക്കലും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് വോട്ടേഴ്സിന് മനസ്സിലായി എന്നുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തത് ഈ സക്സഷൻ പ്ലാനിങ്. അപ്പം നമ്മൾ കാണാറുണ്ട്, ഇപ്പം ഇതിൻ്റെ അകത്ത് 3-4 പേരൊക്കെ മുഖ്യമന്ത്രിമാരാകാനുണ്ട് എന്ന് പറയുമ്പോഴത്തേനും അത്രയധികം നേതാക്കൾ ഉണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അതേസമയം ഇപ്പോൾ LDFിലാണെങ്കിൽ ആകെ ഒരു നേതാവേ ഉള്ളൂ മുഖ്യമന്ത്രിയാകാൻ. NDAയിൽ ആരാണ് മുഖ്യമന്ത്രിയാകാൻ എന്നുള്ളത് അതിനെപ്പറ്റി ഇപ്പോൾ ഒരു വളരെ പോപ്പുലറായിട്ടുള്ള 20% ജനപ്രീതിയുള്ള ആൾക്കാർ ഈ പലരും കഴിവുള്ളവർ ഈ UDFിലുണ്ട്. പുതിയ ആൾക്കാരെയും വളരെ യങ്ങായിട്ടുള്ള ആൾക്കാരെ വളർത്തിയെടുക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും ഇപ്പോൾ തവന്നൂർ നമ്മൾ കണ്ടു, അതുപോലെ ആറന്മുളയെ കണ്ടു, ചിറയൻകീഴ് കണ്ടു, അതുപോലെ പല മണ്ഡലങ്ങളിലും പേരാമ്പ്രയിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വളരെ പ്രായം കുറഞ്ഞ ആളുകളെ, കൊടുങ്ങല്ലൂരൊക്കെ പ്രായം കുറഞ്ഞ ആളുകളെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു വളരെ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു സക്സഷൻ പ്ലാനിങ് UDF നടത്തുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള പ്രായമായ അല്ലെങ്കിൽ ഒരു 60സിലുള്ള 60 നേതാക്കന്മാർ മാത്രമല്ലല്ലേ, അതൊക്കെ സീനിയർ സിറ്റിസൺസ് കാറ്റഗറിയാണല്ലോ, 60+. അതിൽ 40+ൽ നേതാക്കന്മാരുണ്ട്, 25+ൽ നേതാക്കന്മാരുണ്ട് എന്നുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഈ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല UDFിനെ 102 എത്തിച്ചത്. അതുപോലെ 100-ന് മുകളിൽ കടക്കുമെന്നുള്ളത് VD സതീശൻ പറഞ്ഞത് വെറുതെ ഒരു വീര്യം കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെ കണികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ പറഞ്ഞതല്ല. അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു തയ്യാറെടുപ്പ് നടത്തി ആ ഒരു തയ്യാറെടുപ്പിൻ്റെ ആത്മവിശ്വാസത്തിൽ നിന്ന് ആണ് ഈ 100-ന് മുകളിൽ കടക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങൾ അവർക്കറിയാമല്ലോ. ആ ചെയ്ത കാര്യങ്ങളുടെ ഫലമായിട്ടാണ് UDF 102 എത്തിച്ചേർന്നത്. ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി വളരെ ഉത്തരവാദിത്തോടു കൂടി ഈ പറഞ്ഞ ഭരണത്തിലുള്ള വീഴ്ചകളിൽ കോൺക്ലേവുകളൊക്കെ നടത്തി മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് ഈ പറഞ്ഞ യുവാക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഈ നിലപാടുകളൊക്കെ ഇതേപോലെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും എല്ലാ മേഖലകളിലും ആ നിലപാടുകൾ ശക്തമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അടുത്ത ഒരു ഭരണവിരുദ്ധ വികാരം 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാകാതെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ കാര്യങ്ങൾ വീഴ്ചകളില്ലാതെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ പുതിയ ഭരണത്തിന് സാധിക്കും.